ഗോപിച്ചേട്ടല്ലേ? അതെ. അല്ല, നിങ്ങളാരാ മനസ്സിലായില്ല? ഞാൻ കുട്ടൻപിള്ള. പണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ചായക്കട നടത്തിയപ്പോൾ ഞാനവിടെ വന്നിട്ടുണ്ട്. ഓ, ആണോ? ആ, ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ നല്ല പരിചയമുള്ളതാ. പക്ഷേ സാറിന് തീരെ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ജയശ്രീ ഓർക്കുന്നുണ്ടോ? ജയശ്രീ മാഡത്തിന്റെ ആരാ? ജയശ്രീ മാഡത്തിന് ഓർമ്മയുണ്ട്. ആ ജയശ്രീയുടെ മോളാ ഞാൻ. മോളെ, മാഡമായിട്ട് ഞങ്ങൾക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. മാഡം ഞങ്ങളെ പലപ്പോഴും സഹായിച്ചിട്ടുമുണ്ട്. മോളെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇപ്പൊ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. മോൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് സ്കൂൾ ടീച്ചേഴ്സാ. ഇത് മോളുടെ ഭർത്താവാണോ? അതെ. മോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ല, നിങ്ങളെങ്ങനെ ഇവിടെ വന്നു? കുറച്ച് നാളായി ഞങ്ങള് ഗോപിച്ചേട്ടനെയും ഓമന ചേച്ചി അന്വേഷിച്ച് നടക്കുക. എന്തിന്? അല്ല, ഞങ്ങളെ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? അത് അമ്മയുടെ ഒരു ഡയറി വായിച്ചപ്പോ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫയല് അമ്മ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടു. എന്റെ അമ്മ മരിച്ചതിനെ പറ്റിയും അമ്മയുടെ മേൽ വീണ പഴിയെ പറ്റിയും എല്ലാം നിങ്ങൾക്കറിയാലോ. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സത്യം തെളിയിക്കാനുള്ള തെളിവുകൾ തേടി ഞാൻ അലയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പോഴാ ഇങ്ങനൊരു വിവരം കിട്ടിയത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ തെളിവുകൾ തിരികെ വാങ്ങാനാ ഞങ്ങൾ വന്നത്. അത് കിട്ടിയിട്ട് വേണം എന്റെ അമ്മയുടെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ. എന്റെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാരോടും എനിക്ക് വിളിച്ചു പറയണം. അതെ മോളെ, മോൾ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. മോള് പറയുന്നത് പോലെ ഒരു ഡയറിയോ ഫയലോ ഒന്നും ജയശ്രീ മാഡം ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. പക്ഷേ ഡയറിയിൽ അങ്ങനെയല്ലല്ലോ എഴുതിയിരുന്നത്. ഗോപിച്ചേട്ടന്റെയും ഓമന ചേച്ചിയുടെയും പേരും അതിൽ എഴുതിയിരുന്നു. ഞങ്ങളുടെ മോനെ കോളേജിൽ ചേർക്കാൻ ജയശ്രീ മേഡം അന്ന് കുറച്ച് പണം തന്ന് സഹായിച്ചിരുന്നു. അല്ലാതെ ഫയലൊന്നും ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. ഓ, അങ്ങനെയാണോ? ആ. അല്ല, മോനിപ്പോ എവിടെയാ? മോനിപ്പോ അങ്ങ് ദുബായിലാ. പഠിത്തം കഴിഞ്ഞിറങ്ങിയപ്പോഴേ അവനവിടെ ജോലി കിട്ടി. അവന് ജോലി കിട്ടിക്കഴിഞ്ഞാ ഞങ്ങൾ ഈ വീട് വെച്ചതും ഇവിടേക്ക് താമസം മാറിയതൊക്കെ. ശരി, ഓക്കെ. അല്ല, ജയശ്രീ ചേച്ചി ഫയലല്ലാതെ മറ്റെന്തെങ്കിലും തന്നിട്ടുണ്ടോ? പൈസ അല്ല കേട്ടോ, പൈസ ഒന്നുമല്ല, അല്ലാതെ. ഇല്ല. ഓ,